ഗംഗാവലി പുഴയിൽ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറയുന്നു. അടിത്തട്ടിൽ ടയർ കണ്ടെത്തിയെന്നും ഈശ്വർ മാൽപേ വ്യക്തമാക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് അല്പസമയത്തിനകം ശിരൂരിൽ നിന്നുള്ള വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ, ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കും. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശിരൂരിലെ തെരച്ചിൽ അതിൻ്റെ നിർണായകമായൊരു ഘട്ടത്തിലാണ്. ദൗത്യം വീണ്ടും പുനരാരംഭിച്ചതിനു ശേഷം ഒരുപാട് പ്രതീക്ഷയോടുകൂടി അടിത്തട്ടിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഗംഗാവലി പുഴയിൽ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറയുന്നുണ്ട്. അടിത്തട്ടിൽ ടയർ കണ്ടെത്തിയെന്നും ഈശ്വർ മാൽപേ വ്യക്തമാക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള പുരോഗതിയാണ് ഏറ്റവും ഒടുവിലായി ആ ദൗത്യത്തിനുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ അലക്സ് റാം മുഹമ്മദ് പങ്കുവയ്ക്കും. പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ അടിത്തട്ടിൽ നിന്ന് ചില സാധനങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ ആ പോയിന്റുകൾ, നേരത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഡ്രഡ്ജർ എത്തിച്ചുള്ള തെരച്ചിൽ എന്നുള്ളതാണ് അതിൻ്റെ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാം, പല ഘട്ടങ്ങളിലായി ഈ ദൗത്യം മുന്നോട്ട് പോയിട്ടുള്ളതാണ്. പലതരത്തിലുള്ള വെല്ലുവിളികൾ ആ ഘട്ടങ്ങളിലൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളതാണ്. അതിനെയൊക്കെ മറികടക്കാൻ ഏറ്റവും അനുകൂലമായത് എന്നുള്ള നിലയിൽ അവസാനമെത്തിയ ഡ്രഡ്ജർ എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ മുന്നോട്ട് പോവുകയുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ വ്യക്തമാക്കുന്ന കാര്യം, അത് പുഴയിൽ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് ആ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്നായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രതീക്ഷയോടുകൂടി കരയിൽ കാത്തിരിക്കുന്ന ഏറെ പേരുണ്ട്. അർജുൻ്റെ കുടുംബം, ലോറി ഡ്രൈവർ മനാഫ്, അങ്ങനെ ഒരുപാട് പേർ. അതിനിടയിൽ ഇങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. എന്താണ് അതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ള കാര്യം പരിശോധിക്കാം. അലക്സ് റാം മുഹമ്മദ് ശിരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ ഈശ്വർ മാൽപേ പറയുന്നു ഗംഗാവലി പുഴയിൽ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന്, അടിത്തട്ടിൽ ടയർ കണ്ടെത്തി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അലക്സ്? ശ്രീജിത്ത്, അങ്ങനെ ഒരു ട്രക്കിന്റെ സാന്നിധ്യം, ഒരു ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അടിത്തട്ടിൽ 15 അടി താഴെ. അതായത് നേരത്തെ ഈ ലക്ഷ്മണിന്റെ കടയുണ്ടായിരുന്നു, ചായക്കട ഉണ്ടായിരുന്നതിന്റെ ആ സമീപ പ്രദേശത്ത് തന്നെയാണ് ആ ട്രക്കിന്റെ ഭാഗം, അതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. 2 ടയർ കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ചരിഞ്ഞ നിലയിലാണ് ഈ ട്രക്ക്. അതിന്റെ ബോഡി കൂടി അദ്ദേഹം കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ വീണ്ടും ഒരു തവണ കൂടി അദ്ദേഹം അവിടേക്ക് താഴേക്ക് ഇറങ്ങി, അതായത് പരിശോധന നടത്തുന്നതിന് വേണ്ടി ഇറങ്ങി അദ്ദേഹം മൊബൈൽ ആ ദൃശ്യങ്ങൾ ലഭിക്കുന്നത് പോലെ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ലോറി ഡ്രൈവർ മനാഫ്, ലോറിയുടെ ഉടമ മനാഫ് നമുക്കൊപ്പമുണ്ട്. മനാഫ്, അദ്ദേഹം പറയുന്നത് 2 ടയർ കണ്ടെത്തി ചെരിഞ്ഞ നിലയിലാണെന്ന് പറയുന്നു. അത് നമ്മുടെ വാഹനമാണ് എന്ന് സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും എക്സാക്ട് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലോറി മേലോട്ട് വന്നാലേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കർണാടക ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മരവണ്ടി ഞമ്മളെ ലോറിയും പിന്നെ ടാങ്കർ ലോറിന്റെ മുൻവശവും, ഇത് മാത്രമേ ഈ വെള്ളത്തിലുള്ളൂ, വേറെ ഒന്നുമില്ല എന്നുള്ള. പക്ഷേ ഇത്രയും ദിവസങ്ങളിൽ കിട്ടിയ പാർട്സുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2-3 കൂടുതൽ വാഹനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്ക് അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ്. ഇതൊക്കെ ശരിക്ക് എന്തൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത്. ഈശ്വർ മാൽപേനെ പോലെയുള്ള ആളുകളെ ഇറക്കണം എന്ന് നമ്മള്. അദ്ദേഹം ഇറങ്ങിയിട്ട് വന്ന് എന്താ പറഞ്ഞത്? വാഹനമുണ്ട്, വാഹനം കണ്ടു, അതിന്റെ ഉള്ളിലുണ്ട്. അത് ചെരിഞ്ഞ നിലയിലാണോ? ചെരിഞ്ഞ നില, തല കുത്തനായിട്ടുള്ളത്. അത് ഇനി അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ MLA വന്നിട്ട് സംസാരിക്കുമ്പോൾ, കാർവാർ MLA ആ ഒറ്റ കാരണത്താൽ ഇപ്പൊ ഇത് നിർത്തി വെച്ചിരിക്കണ ഈ തെരച്ചില്. ഇൻ കേസ് ഇത് തെരച്ചിൽ ഒരു ഭാഗത്ത് തുടരേണ്ടിനു ഡ്രഡ്ജറിന്റെ പണികൾ. പക്ഷെ ഡ്രഡ്ജറിന്റെ പണി പൂർണ്ണമായിട്ട് നിന്നെടുക്കാണ്, ദിവസങ്ങൾ പോകുന്നുണ്ട്. ഇത് നമ്മളെ വാഹനം അല്ലെങ്കിൽ ഈ നിർത്തി വിട്ട സമയമൊക്കെ നമുക്ക് നഷ്ടം തന്നെ ആയിരിക്കും. ഈ പ്രദേശത്ത് നിന്ന് ഇന്നലെയും ഇന്ന് ഈ നേരം വരെയും കണ്ടെത്തിയ ഭാഗങ്ങൾ, അത് ലോഹ കഷ്ണങ്ങളാകട്ടെ തടി കഷ്ണങ്ങളാകട്ടെ, അതൊക്കെ അങ്ങയുടെ വാഹനത്തിൻ്റെതാണ്, അർജുൻ ഓടിച്ച വാഹനത്തിൻ്റെതാണ്. അതുകൊണ്ട് ഈ പരിസരത്ത് തന്നെ, ഈ പ്രദേശത്ത് തന്നെ ആ ട്രക്ക് ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ കൂടുതലുള്ളത്? തീർച്ചയായിട്ടും. ഈ കാണുന്ന ഒരു എന്താ പറയുക, ഒരു 25 മീറ്റർ ചുറ്റളവിൽ വാഹനം എന്തായാലും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം മരം കിട്ടി, ബാക്കി മരങ്ങളും അടിയിലുണ്ട്, അടിത്തട്ടിലുണ്ട്. അതിന്റെ ഏകദേശം പരിസര ഭാഗത്ത് തന്നെ, അതിന്റെ പരിസരത്ത് തന്നെയാണ് ഈ ലോറിയും കണ്ടെത്തിയത്. പിന്നെ വേറൊരു മനസ്സിനൊരു സമാധാനമുള്ള കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ നമ്മളെ ക്യാബിന്റെ ഉള്ളിലുള്ള ഒരു പാർട്സും കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം ക്യാബിന് പരിക്ക് പറ്റരുത് എന്നുള്ളതാണ്. ഇതുവരെ കണ്ടിട്ടില്ല. ക്യാബിന്റെ ഉള്ളിലുള്ള പല സാധനങ്ങളും ക്യാബിന്റെ ഉള്ളിലുണ്ട്. AC ക്യാബിനാണ്, ക്യാബിന്റെ ഉള്ളിൽ പല സാധനങ്ങളുണ്ട്. ഇതുവരെ അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇതുവരെ
നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ക്യാബിൻ പൊളിഞ്ഞു പോവുകയോ തുറന്നു പോവുകയോ ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. എന്റെ മനസ്സിൽ പറയുന്നത് ഇതുവരെ അങ്ങനത്തെ ഒന്നും കാണാത്തതിനോണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതന്നെ, ക്യാബിനൊന്നും തകരാറ് വരരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സംശയം. അതായത് ഈ വാഹനം അങ്ങയുടേതാണെങ്കിൽ ഈ തിരച്ചിൽ നടത്തുമ്പോൾ ഒരുപക്ഷെ ഈ മണ്ണുമാന്തി യന്ത്രം അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലോ അതല്ല എങ്കിൽ ഈശ്വർ മാൽപ്പയുടെ പരിശോധനയിലോ താഴെ നിന്ന് കൊണ്ടുവരുന്ന ഏതെങ്കിലും ലോറിയുടെ ഭാഗങ്ങൾ കണ്ടാൽ അത് അങ്ങയുടെ വാഹനമാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അത് 100% എനിക്ക് അത് കഴിയും. കാരണം തന്നെ ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ ഞങ്ങൾ വീട്ടിൽ ലോറി ഉള്ളതാണ്. പിന്നെ നമ്മൾ ഓരോ ഭാഗങ്ങളും ഇത് നമ്മൾ ചെയ്സ് വാങ്ങിയിട്ട് ലോറിന്റെ ചെയ്സ് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നതാ. അപ്പം നമ്മൾ ഓരോ വാഹനം വാങ്ങുമ്പോഴും മുന്നത്തെ വാഹനത്തിലെ പോരായ്മ നമ്മൾ തീർക്കുന്ന ആൾക്കാരാ, സൗകര്യങ്ങള്. അപ്പൊ പിന്നെ ഡ്രൈവർമാർ, എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ, അതായത് ഇപ്പൊ അർജുൻ അടക്കമുള്ള ആളുകൾ പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഓരോ ആവശ്യങ്ങൾ പറയും. നമ്മൾ അങ്ങനെ മീറ്റിംഗ് കൂടുന്നതാ ഓഫീസിൽ. അതായത് ഞങ്ങൾക്ക് ഈ സൗകര്യം കൂടി വേണം, ഇവർ ആവശ്യപ്പെടുന്ന പ്രകാരമുള്ള സൗകര്യം ഇന്നലെ കിട്ടിയ ആ വെള്ളത്തിന്റെ ടാങ്കിന്റെ ഫ്രെയിം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തതുകൊണ്ട് ഇതിലേത് ഭാഗം കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് ഗിയർ ബോക്സിന്റെ പല്ലുകൾ കിട്ടി. ആ പല്ലുകൾ ഇതുവരെ നമ്മളതെല്ലാം എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. കാരണം തന്നെ അത്ര എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ഈ വിഷയത്തിൽ. ഈ പരിശോധനയിൽ ഒരു അമാന്തം ഉണ്ട് നിലവിൽ. എങ്ങനെയാണ്? അതായത് ഈ നിലവിൽ ഈ തിരച്ചിലിന് ഒരു അമാന്തമുണ്ട്, ഒരു വൈകിക്കലുണ്ട്. വൈകിക്കല് ഇപ്പൊ ഈ വിഷയത്തിൽ അതായത് ഇപ്പൊ ഇതൊരു സാധനം കണ്ടല്ലോ, നിർത്തിവെക്കാൻ പറഞ്ഞു. ഇനി ഓര് വന്നിട്ട് പ്രഖ്യാപിക്കും. അങ്ങനത്തെ നാടകങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ ഇനി കാണാൻ പറ്റും. ഇനിയിപ്പോ ഒരു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ MLA വന്ന് ഇനി ഒരു പ്രഖ്യാപനവും നമ്മളോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണേ ഈ വാഹനം കണ്ട കാര്യം പറയരുത്. ഈ ദൃശ്യങ്ങൾ താഴെ പോയി മാൽപ്പെ പകർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത് അങ്ങ് കണ്ടോ? അത് സ്ഥിരീകരിക്കാൻ സാധിച്ചു? അതൊന്നും പറയാൻ കഴിയൂല ഏതാന്നുള്ളത്. അത് പൊന്തിക്കോട്ടെ, നമ്മളത് ടാങ്കറിന്റെ ആവാനും ചാൻസ് ഉണ്ട്. പ്രതീക്ഷയിലാണ്. ഓക്കെ, താങ്ക്സ്. യെസ്, അത്തരത്തിൽ പ്രതീക്ഷയിലാണ് മനാഫുള്ളത്. പറഞ്ഞത് കൃത്യമായ കാര്യങ്ങളാണ് റിജിത്ത്. ഒന്നൊരു ലോറി തലകീഴായി കിടക്കുന്നു, അതിന്റെ 2 ടയർ അടക്കം കണ്ടിട്ടുണ്ട്. അത് പക്ഷേ മനാഫിന്റെ തന്നെ, അതായത് അർജുൻ ഓടിച്ച വാഹനം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ആ വാഹനത്തിൽ നിന്ന് ലഭിക്കുന്ന മെറ്റീരിയൽസ്, അതങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് തന്നെ കാണിച്ചാൽ തനിക്കത് തിരിച്ചറിയാൻ സാധിക്കും, തന്റെ വാഹനമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് മനാഫ് പറഞ്ഞത്. ഒരു മനഃപൂർവ്വമായ വൈകിക്കൽ നടക്കുന്നു തിരച്ചിലിന് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പരാതികളിലൊന്ന്. ഇത്തരത്തിൽ ഈ വാഹനം കണ്ടെത്തി എന്ന് ഈശ്വർ മാൽപ്പെ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റു തിരച്ചിലെല്ലാം നിർത്തിവെക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കാർവാർ MLAയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം ഇവിടെ വന്ന് സ്ഥിരീകരിച്ച് അവർ അത് മാധ്യമങ്ങളോട് പറയും. അതുവരെ ഒന്നും മാധ്യമങ്ങളോട് പോലും മിണ്ടരുത് എന്ന് മനാഫിനോട് പറഞ്ഞു, ചട്ടം കെട്ടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇന്നലെ മുതൽ തന്നെ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. ഈ ദൗത്യ മേഖലയിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് കൃത്യമായി നിയന്ത്രണം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാരിക്കേഡ് വെച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി ബാരിക്കേഡിന്റെ പിന്നിലാണ് മാധ്യമങ്ങളെ നിർത്തുന്നത്. നിർബന്ധപൂർവ്വം അവർ ആ നിയന്ത്രണത്തിന് ശഠിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയായി. അങ്ങനെ ഒരു മനഃപൂർവ്വമായ വൈകിക്കൽ നടക്കുന്നെന്ന് അവർ പറയുന്നു. ഉദ്യോഗസ്ഥർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ദൗത്യത്തിന്റെ അവസാന ഘട്ടമാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണു നീക്കവും തിരച്ചിലും എന്നുള്ളതാണ്. അത് കാര്യക്ഷമമായാൽ മാത്രമേ അർജുനെ പറ്റിയുള്ള സൂചന ഇവിടെ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇന്നലെയും ഇന്നുമൊക്കെയായി ലഭിച്ച സൂചനകൾ, തുമ്പുകളൊക്കെ അത് അർജുൻ ഓടിച്ച ട്രക്കിന്റെ സാന്നിധ്യം ഇവിടെ തന്നെയുണ്ട്, ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആ CP4 പോയിന്റിന് ഏതാണ്ട് മീറ്ററുകൾ 50-60 മീറ്റർ മാറിയാണ് നിലവിൽ ഈ ലക്ഷ്മണിന്റെ കടയുടെ ഈ ഭാഗത്തായി അദ്ദേഹം മുങ്ങാങ്കുഴിയിട്ട് അടിത്തട്ടിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് പരിശോധന നടത്തിയത്. അവിടെയാണ് തലകീഴായി ഈ ലോറിയുടെ ഒരു സാന്നിധ്യം, ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ആ ട്രക്ക് തന്റേതാണോ എന്ന് ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നതായാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതിലൊന്ന് തടി കയറ്റി വന്ന ഈ ട്രക്കും മറ്റൊന്നൊരു ടാങ്കറാണ്. ആ ടാങ്കറിന്റെ സിലിണ്ടർ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ആ ടാങ്കറിന്റെ സിലിണ്ടർ കണ്ടെത്തിയത്. പക്ഷെ ആ ടാങ്കറിന്റെ ബോഡിയും ക്യാബിനും അടക്കം ഇനിയും കണ്ടെത്താനുണ്ട്. അതിന് ആ ടാങ്കറിന്റേതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. അതെന്താണെങ്കിലും ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നിലവിൽ ഈ തിരച്ചിൽ, ഈ ദൗത്യം ഈ മണിക്കൂറിൽ ഏറെക്കുറെ നിർത്തിയ മട്ടാണ്. ഈ ഉദ്യോഗസ്ഥർ, അത് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ അടക്കം വന്നതിന് ശേഷം പിന്നെ ഇത് തുടർന്നാൽ മതി, നിലവിൽ ഈ കണ്ടെത്തിയത് എന്താണ് എന്നുള്ള പരിശോധനയ്ക്ക് ശേഷം തുടർന്നാൽ മതി എന്നൊരു തീരുമാനം അവർ കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും അർജുന്റെ കുടുംബം ഇവിടെയുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ്, മറ്റു ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട്, രാവിലെ മുതൽ തന്നെ ഉണ്ട്. ഈ അർജുനെ ഈ മിസ്സായ പ്രദേശത്ത് അവർ
ഇങ്ങനെ നോക്കി നടക്കുന്നത് വൈകാരികമായ രംഗങ്ങൾ ആണ് നേരത്തെ നമ്മൾ കണ്ടത് തന്നെ. അത്തരത്തിൽ അവർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്, ഈ വെയിലത്തും അവർ ഇവിടെ തുടരുന്നുണ്ട്. അവരും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ തിരച്ചിൽ. ഈ ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധനയിൽ മാത്രമേ തങ്ങൾക്ക് ഇനി വിശ്വാസമുള്ള പ്രതീക്ഷയുള്ളൂ എന്ന് അവർ അല്പം മുമ്പ് നമ്മളോട് നേരത്തെ 24 പ്രതികരിക്കവേ സഹോദരി അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഡ്രഡ്ജറിന്റെ അവസ്ഥ ഇതാണ്, ഇത് പ്രവർത്തിക്കുന്നില്ല. നേരത്തെ എടുത്ത മണ്ണ് അത് പുറത്തു കൊണ്ടുപോയി ആ മണ്ണ് ഒഴിവാക്കാൻ ആ ബാർജിന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. കാരണം വേലിയേറ്റ സമയമാണ്, ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൂടെ ഇറങ്ങിപ്പോയതിനു ശേഷം മാത്രമേ ആ മണ്ണ് ഒഴിവാക്കാൻ സാധിക്കൂ. മണ്ണ് ഒഴിവാക്കിയാലേ വീണ്ടും കുഴിക്കാൻ സാധിക്കൂ. ആകെ ആ ഡ്രഡ്ജറിന്റെ യന്ത്രക്കൈ 5.5 മീറ്റർ മാത്രമാണ് നീളം. 5.5 മീറ്റർ താഴ്ചയിലേക്ക് മാത്രമേ അത് പോവുകയുള്ളൂ. നേരത്തെ ആ കോൺടാക്ട് പോയിന്റ് 4-ൽ നടത്തിയ പരിശോധനയിൽ ഈ ചെളിയും അല്ലെങ്കിൽ മണ്ണും ഒക്കെ അവിടെ നിന്ന് വാരിക്കൊണ്ട് വരുന്നതിന് അവർക്ക് ഈ ഡ്രഡ്ജറിന് പരിമിതി ഉണ്ടായിരുന്നു. വെള്ളം മാത്രമാണ് അതിൽ എത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ തിരച്ചിലിനും ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. എന്താണെങ്കിലും ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അർജുൻ ഓടിച്ച വാഹനമാണോ അത് മനാഫിന്റെ ട്രക്കാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ട്രക്ക് കണ്ടെത്തിയതായി 2 പ്രാവശ്യം അവിടെ മുങ്ങാക്കുഴിയിട്ട് ആ അടിത്തട്ടിൽ പരിശോധന നടത്തിയതിനു ശേഷം ഈശ്വർ മാൽപേ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ശ്രീജിത്ത്.